Hi everyone. Today we will discuss the isotherms of a real gas. ഐഡിയൽ ഗ്യാസസിൻ്റെ ഐസോതേംസ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഒരു റിയൽ ഗ്യാസിന് നമുക്കൊരു ഐസോതേം പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റുക? അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീ റിക്വിസൈറ്റ് ആയിട്ട് നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ദ ക്രിട്ടിക്കൽ ഫിനോമിന. ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, അമോണിയ, ഹൈഡ്രജൻ സൾഫൈഡ്, ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈമിൾട്ടേനിയസ് ആയിട്ട്, അതായത് ഒരേ സമയം നമ്മൾ കൂൾ ചെയ്യുകയും അതുപോലെ തന്നെ കംപ്രസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരെ വളരെ ഈസി ആയിട്ട് ലിക്വിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ മോണോക്സൈഡ്, ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 atm പ്രഷർ കൊടുത്തിട്ട് പോലും ഈ ഗ്യാസസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇവരെ പെർമനൻറ്റ് ഗ്യാസസ് എന്നാണ് വിളിച്ചു പോന്നിരുന്നത്. പക്ഷേ പിന്നീട് 1863 തോമസ് ആൻഡ്രൂസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ക്രിട്ടിക്കൽ ഫിനോമിന ഡിസ്കവർ ചെയ്യുകയും അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ ഗ്യാസസിനെയും നമുക്ക് ലിക്വിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. റിയൽ ഗ്യാസസിൻ്റെ ലിക്വിഫാക്ഷനിൽ ക്രിട്ടിക്കൽ ഫിനോമിനയുടെ സിഗ്നിഫിക്കൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആൻഡ്രൂസ് ആണ്. അദ്ദേഹം ചെയ്തത് ഒരു ഗ്യാസിനെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ പ്രഷർ വോളിയം റിലേഷൻ എന്താണെന്ന് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കുകയും അത് പ്ലോട്ട് ചെയ്യുകയുമായിരുന്നു. സോ നമ്മളിവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു പ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലോട്ടിന് നമ്മൾ PV ഐസോതേം എന്നാണ് പറയാറുള്ളത്, പ്രഷർ വോളിയം ഐസോതേം. സോ ഇവിടെ നമ്മൾ 13.1 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസോതേം പരിശോധിക്കുക. അതായത് ABCD എന്ന് കാണിക്കുന്ന പ്ലോട്ടാണിത്. സോ നമ്മൾ ആദ്യം A എന്ന് പറയുന്ന പോയിന്റിലോട്ട് നോക്കാം. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എൻറ്റയർലി ഗേഷ്യസ്. നമ്മൾ പ്രഷർ കുറച്ച് ഇൻക്രീസ് ചെയ്തപ്പോൾ വോളിയം കുറയുകയും അത് AB ആയിട്ട് മാറുകയും ചെയ്യും. B പോയിന്റിൽ നിന്നാണ് ഗ്യാസിൻ്റെ ലിക്വിഫാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ സമയത്ത് വോളിയം റാപ്പിഡായിട്ട് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം, വൈൽ ദ പ്രഷർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സോ ഈ കോൺസ്റ്റൻറ്റ് പ്രഷറിനെയാണ് നമ്മൾ ആ ടെമ്പറേച്ചറിലുള്ള ഗ്യാസിൻ്റെ വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. ഇവിടെ BC എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ പോർഷനിൽ ഗ്യാസും ലിക്വിഡും ഇക്വിലിബ്രിയത്തിൽ കോഎക്സിസ്റ്റ് ചെയ്യും. സോ ബിയിൽ നിന്ന് സിയിലോട്ട് പോകും തോറും ലിക്വിഡിൻ്റെ എമൗണ്ട് കൂടുകയും ഗ്യാസിൻ്റെ എമൗണ്ട് കുറയുകയും ചെയ്യും. സി എന്ന് പറയുന്ന പൊസിഷനിലെത്തുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡായിട്ട് മാറും. ദറ്റ് ഈസ് ദ ലിക്വിഫാക്ഷൻ ഈസ് കംപ്ലീറ്റ് ഹിയർ. ഇവിടെ CD എന്ന് പറയുന്നത് ലിക്വിഡിനെ മാത്രമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും CD എന്ന് പറയുന്നതിൻ്റെ സ്റ്റീപ്നെസ്, റൈറ്റ്? ലോ പ്രഷറിൽ നിന്ന് ഹൈ പ്രഷറിലോട്ടുള്ളൊരു സ്റ്റീപ്നെസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അത്രയും പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 13.1 ഡിഗ്രി സെൽഷ്യസിൻ്റെ പോലെ തന്നെ മറ്റൊരു ഐസോതേം നിങ്ങൾക്ക് അവിടെ കാണാം, 21.5 ഡിഗ്രി സെൽഷ്യസ്. തൊട്ട് മുകളിലുള്ള ടെമ്പറേച്ചറിലുള്ള ഐസോതേമാണത്. ഇത് ഏകദേശം രണ്ടും സെയിം തന്നെയാണ്. പക്ഷേ നമുക്ക് ഇവിടെ വരുന്ന ഹൊറിസോണ്ടൽ പോർഷൻ 13.1നെ കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ടറാണ്, അല്ലേ? BCയുടെ അത്ര തന്നെ ഹൊറിസോണ്ടൽ പോർഷൻ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇനി മുകളിലോട്ടുള്ള ഏത് ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാലും ലൈക്ക് 31.1, 32.5, 35.5, 48.1 അവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം എല്ലായിടത്തും വളരെ കുറഞ്ഞാണ് പോകുന്നത്. സോ ടെമ്പറേച്ചർ കൂടുന്തോറും ആ ഹൊറിസോണ്ടൽ പോർഷൻ്റെ ഭാഗവും കുറയുന്നുണ്ട്. ജനറലായിട്ട് നമുക്ക് ഒരു ഡാഷ്ഡ് ബൗണ്ടറി കർവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, BFC. ഇത് കാണിക്കുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്തോറും ഐസോതേംസിലെ ഹൊറിസോണ്ടൽ പോർഷൻസ് എത്രത്തോളം ഷോർട്ടൻഡ് ആവുന്നു എന്നാണ്. ഇതിനെ നമ്മൾ കോ എക്സിസ്റ്റൻസ് കർവ് എന്നാണ് വിളിക്കുന്നത്. ഇനി 21.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിട്ട് കാണപ്പെടുന്ന ഐസോതേമാണ് 31.1 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസോതേം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഹൊറിസോണ്ടൽ പോർഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പോയിൻ്റ് ആയിട്ട് മാത്രം മാറിയിട്ടുണ്ട്, അറ്റ് F. സോ ഹയർ ടെമ്പറേച്ചറിലുള്ള ഐസോതേംസിലൊന്നും തന്നെ പിന്നീട് നമുക്ക് ഹൊറിസോണ്ടൽ പോർഷൻസ് വരുന്നില്ല. ഹൊറിസോണ്ടൽ പോർഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അവിടെ ഒന്നും തന്നെ നമ്മളുടെ ലിക്വിഫാക്ഷൻ
പോസിബിൾ അല്ല. സോ ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ പോർഷൻസിലാണ്. ലൈക്ക് 13.1 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ BC എന്ന് പറയുന്ന പോർഷൻ പോലെ. അത് 31.1 ഡിഗ്രി സെൽഷ്യസിലോട്ട് വരുമ്പോൾ ഒരു പോയിന്റിലോട്ട് മാത്രം അത് ഒതുങ്ങി നിൽക്കുന്നുണ്ട്, ദ പോയിന്റ് F. ഈ സ്റ്റഡീസിൻ്റെ റിസൾട്ട് നോക്കിയാൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് സമ്മറൈസ് ചെയ്യാം. ഒന്ന്, 31.1 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഏത് ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാലും എത്ര പ്രഷർ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ലിക്വിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ആ ഐസോതേംസിലൊന്നും തന്നെ നിങ്ങൾക്കൊരു ഹൊറിസോണ്ടൽ പോർഷൻ കാണാൻ സാധിക്കുന്നില്ല, റൈറ്റ്? സോ ഈ ഒരു ലിമിറ്റിംഗ് ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ അത് 31.1 ഡിഗ്രി സെൽഷ്യസിലാണ്. എത്ര പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിന് മുകളിലുള്ള ഒരു ടെമ്പറേച്ചറിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. 31.1 ഡിഗ്രി സെൽഷ്യസിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ലിക്വിഫൈ ചെയ്യാൻ ആവശ്യമായ പ്രഷറിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് വിളിക്കുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ 31.1 ഡിഗ്രി സെൽഷ്യസിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ലിക്വിഫൈ ചെയ്യാൻ ആവശ്യമായ പ്രഷർ എന്ന് പറയുന്നത് 73 atm ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത് 73 atm ആണ്. 31.1 ഡിഗ്രി സെൽഷ്യസിൽ വരുന്ന ഐസോതേമാണ് EFG. സോ ഈ ഒരു ഐസോതേമിനെ നമ്മൾ ക്രിട്ടിക്കൽ ഐസോതേം എന്നാണ് വിളിക്കുക. സോ ദ ഐസോതേം EFG ഫോർ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ is called the critical isotherm, and the point F is known as critical point. കാർബൺ ഡൈ ഓക്സൈഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സ്റ്റേറ്റിനെ നമ്മൾ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. അവിടെ ടെമ്പറേച്ചറും പ്രഷറും ക്രിട്ടിക്കൽ വാല്യൂസ് ആയിരിക്കും തരുന്നുണ്ടാവുക. 1 mol ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ വോളിയം. സോ 31.1 ഡിഗ്രി സെൽഷ്യസ് ആണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, 73 atm ആണ് ക്രിട്ടിക്കൽ പ്രഷർ. ഇനി ആ ടെമ്പറേച്ചറിലും പ്രഷറിലും നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ക്രിട്ടിക്കൽ സ്റ്റേറ്റിലാണെന്ന് പറയാം. ഈ ഒരു സമയത്ത് 1 mol ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വോളിയം ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 95 cm³ ആയിരിക്കും. പിന്നീടുള്ള സ്റ്റഡീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാ ഗ്യാസും ഇങ്ങനെയൊരു ക്രിട്ടിക്കൽ ഫിനോമിന കാണിക്കുന്നുണ്ട് എന്നും അവർക്ക് അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വാല്യൂവും ക്രിട്ടിക്കൽ പ്രഷർ വാല്യൂവും ക്രിട്ടിക്കൽ വോളിയം വാല്യൂവും ഉണ്ട് എന്നുള്ളതുമാണ്.